ഹലോ ഗായ്സ്, വെൽക്കം ടു OKS. ജോൺ ജോ കൊണ്ടുവന്ന OKS ട്രെൻഡിങ് ആവുകയാണ്. ആൾക്കാരൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങി നടന്നിട്ട് OKS എന്നോ കാണിക്കാൻ തുടങ്ങി. ജോൺ ജോ കൊണ്ടുവന്നത് ഈ OKSന്റെ ഈ സാധനം ഇത് ജോൺ നീയാണോ തുടങ്ങിയത്? ഞാൻ വിചാരിച്ചു കഴിഞ്ഞ എപ്പിസോഡിൽ ദീപക്കാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ജോൺ ജോയുടെ ഐഡിയ ആണ്. ഞാൻ പറഞ്ഞില്ല, എന്റെ ജീവിതത്തിലെ റോൾ മോഡലാണ് ജോൺ ജോ. നമ്മൾ ഫോർമാറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് നമ്മൾ ഇവിടെ രണ്ടുപേര് ഇതേ സ്റ്റുഡിയോയിൽ ഈ ലൈറ്റിംഗ്. അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മഹാദേവൻ ഇന്ന് നമ്മളോട് ഇല്ല. ഒരു സെക്കൻഡ് മഹാദേവന് വേണ്ടി കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ, മഹാദേവന്റെ ആത്മാവിന്. ഓക്കെ, മഹാദേവൻ എന്നും നമ്മൾ ഓർക്കും. നമുക്ക് നല്ല വിഷമമുണ്ട്. മഹാദേവൻ വിറ്റിന് ചെയ്തിട്ടുള്ള ബമ്പറടിക്കുന്നതിലുള്ള അമർഷം നമ്മൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഒപ്പം നമ്മൾ OKS ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് വിറ്റോക്സ് പോലെ പ്രോപ്പർട്ടിയാക്കി വളർത്തിയെടുക്കണം നമ്മുടെ ആഗ്രഹം. OKS നമുക്കൊരു കോർ ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ റിൻഷായനോട് കഴിഞ്ഞ ദിവസം ഭയങ്കര സന്തോഷത്തിൽ വിളിച്ചു പറഞ്ഞ്, ഒരാൾ നമ്മളെ വഴി വെച്ച് കാണുമ്പോൾ സാധാരണ ചേട്ടാ സ്റ്റാൻഡപ്പ് കണ്ടിട്ടുണ്ട്, ബമ്പർച്ചിരി കണ്ടിട്ടുണ്ട്, ചേട്ടാ വിറ്റോക്സ് കണ്ടിട്ടുണ്ടെന്ന് ഒരാൾ ഓതി വന്ന് ചേട്ടാ ഞാൻ OKS കാണുന്നുണ്ട്. ആദ്യമായിട്ട് അങ്ങനെ വന്നത് അത് വേറൊന്നും പുള്ളി പറഞ്ഞു. ആദ്യം മനസ്സിലാണ് ചേട്ടാ ഞാൻ OKS കാണുന്നുണ്ട് കേട്ടോ, അടിപൊളി പരിപാടി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എല്ലാവരും തിരക്കുന്നതാണ്, എല്ലാവരും നിറയെ ഇഷ്ടമാണ്. അങ്ങനെ സ്പെസിഫിക്കലി പുള്ളി ആ സിനിമ ഓരോ സിനിമയും ആളെയും വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ അതെന്ന് പറഞ്ഞു. ദാറ്റ് വാസ് OKSന്റെ ഫസ്റ്റ് റെക്കഗ്നിഷൻ. ഒറിജിനൽ സ്റ്റോറി, റിൻഷാദിൻ്റെ തമ്പാൻ, എൻ്റെ അർഹതയാണ് അവർ പറഞ്ഞത്. അർഹതയാണെന്ന് പറഞ്ഞത് ദീപുവിന് സത്യം പറഞ്ഞാൽ ദീപുവിനെ പറഞ്ഞു. പക്ഷേ അടുത്ത എപ്പിസോഡിൽ പിടിക്കും. ദീപു റെഡ് ബുള്ളൊക്കെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു എപ്പിസോഡ് വൈസ് നല്ലതായിട്ടുണ്ട്. അപ്പം ആൾക്കാർക്ക് നമ്മൾ OKS എന്താണെന്ന് ചോദിക്കുന്നവർക്ക് OKS ജസ്റ്റ് സിനിമ സ്റ്റോറി ടെല്ലിംഗ് മാത്രമല്ല, സ്റ്റോറി ടെല്ലിംഗ് ആണത്. എന്ത് സ്റ്റോറി വേണ്ട, ഒരു കഥ സ്ഥലത്തും എന്ത് കഥയാവാം. സോ ഞാൻ ദീപുവിന് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സിനിമ കഥയല്ല. ഓഹോ, ഞാൻ റിയൽ ഇൻസിഡന്റ് ആണ് പറയാൻ പോകുന്നത്. പറഞ്ഞെങ്കിൽ പക്ഷേ ജോണിന്ന് ഇവിടെ ഇരിക്കും, കാരണം അത് കുൽസിതമുണ്ട്. റീസെന്റ് എല്ലാരും ഒന്ന് ഓണായതാണ്. നമ്മളെ ഇതുവരെ ഭയങ്കര തലയിളക്കി കയറി പണിയാണ്. റീസെന്റ് നമുക്ക് ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷെ ജോൺ ജോ ഒരു കോൺഗ്രസ് അനുഭാവി ആയതുകൊണ്ടും മാത്രമല്ല, ഒരു പ്രശ്നത്തിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ ഒരിക്കലും ആ പ്രശ്നത്തെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പാടില്ല. മീഡിയാസ് ചെയ്യുന്നത് ഭയങ്കര മോശമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും ബ്രേക്ക് ചെയ്ത ഉടനെ അതിൻ്റെ പുറകെ പോയി തൂങ്ങിപ്പിടിച്ച് അതിൻ്റെ ആ സാധനം സത്യത്തിൽ മീഡിയയുടെ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സത്യത്തിൽ അവർ അന്വേഷിക്കുന്നില്ല, അവരെ സംബന്ധിച്ച് ബ്രേക്കിംഗ് ന്യൂസ് മാത്രമേ. ഒരാളുടെ പേര് പറയാതെ ജസ്റ്റ് ഒരാളൊരു കോൺട്രവേഴ്സി പറഞ്ഞു വിടുന്നു. ആ കോൺട്രവേഴ്സിയുടെ പുറകെ ആൾക്കാർ തൂങ്ങിപ്പിടിച്ചിട്ട് പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് പിടിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ വിഷയത്തിൽ വീക്ക് ആണെന്നുള്ളൊരു അലിഗേഷൻ പണ്ട് തൊട്ടേ ആൾക്കാർ പറഞ്ഞു. സ്ത്രീ വിഷയത്തിൽ സ്ട്രോങ് ആയിട്ടാണ് തോന്നിയത്. അതെ, അങ്ങനെ പെട്ടെന്ന് അത് പോപ്പുലാരിറ്റിയിലേക്ക് അതിനെ കൊണ്ടുവരുന്നു. തൊട്ട് പുറകെ പ്ലാൻ ചെയ്ത് വെച്ച പോലെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ആരോപണങ്ങൾ വരുന്നു. ആരോപണങ്ങൾ വന്നിട്ട് ഒരു ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന, അബോർഷൻ നിർബന്ധിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ്. ആളാരാണെന്ന് പോലും ഏത് കാലഘട്ടത്തിൽ ആളാരാണ് എന്ന് പോലും വെളിവാക്കാത്ത സാധനം, ഒരു പോലീസ് കേസ് FIR രജിസ്റ്റർ ചെയ്യാത്തൊരു സംഭവം വരുന്നു. അത് മീഡിയാസിൽ അതിൻ്റെ ചർച്ച കുറഞ്ഞു വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓണം റിലീസൊക്കെ വന്നപ്പോഴത്തേക്ക് കുറഞ്ഞു വരുന്നുണ്ടെന്ന് തോന്നുന്നു. സോ സ്വാഭാവികമായിട്ട് ഇത് എങ്ങോട്ട് പോകും നമുക്കറിയത്തില്ല. അതിനകത്തൊരു ടേക്ക് ഇപ്പോൾ നമ്മൾ പറയേണ്ട കാര്യമില്ല, കാരണം ഈ കേസ് എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല. പുള്ളിയുടെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു സ്ത്രീയെ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വാഗ്ദാനം കൊടുത്ത് ചെയ്യിക്കുകയോ ഒക്കെ ചെയ്താൽ മാത്രമേ സത്യത്തിൽ കേരള ജനതയെ ഇത് ബാധിക്കേണ്ട കാര്യമില്ല. അല്ലാതെ ഒരു വ്യക്തി രാഷ്ട്രീയക്കാരനെ അയാളുടെ പേഴ്സണൽ ലൈഫിൽ എന്ത് ചെയ്യുന്നു നോക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ പൈസ, ഖജനാവിൻ്റെ പൈസ ഉപയോഗിച്ച് ഉമാർ ദൂർത്തടിക്കുന്നതും അഴിമതി ഉണ്ടാക്കുന്ന നമുക്ക് പ്രശ്നമല്ലാത്തടത്തോളം കാലം അയാളുടെ പേഴ്സണൽ ലൈഫിൽ അയാൾ കറകളഞ്ഞ ആളാവണം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഐഡിയോളജിയാണ് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ കൾപ്രിറ്റ് ആണെങ്കിൽ നമ്മൾ കൾപ്രിറ്റ് ആണെന്ന് പറയും. രാഹുൽ മാങ്കൂട്ടത്തിൽ കൾപ്രിറ്റ് അല്ലെങ്കിൽ ആൾക്കാർ വിടും. ഇത്ര നാൾ നമ്മൾ ആ കുൽസിതമ്പം സന്തോഷിക്കും. ഞാൻ പക്ഷേ ഈ കഥയല്ല പറയാൻ പോകുന്നത്, കാരണം ഈ കഥ എങ്ങും എത്തിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഥ എന്താണെന്ന് ആർക്കും അറിയത്തില്ല. ഒരു വേഗ് സാധനമാണ്. ചർച്ചകൾ നടക്കും, മീഡിയ കൊഴിപ്പിക്കും. ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ട് കേട്ട ദ പൊളിറ്റിക്കൽ സ്കാൻഡൽ എന്ന് പറയുന്ന സാധനം.
1998 കാലഘട്ടങ്ങളിലേക്ക് നമ്മളെ കോരിത്തെരിപ്പിച്ച ബിൽ ക്ലിൻ്റൺ, മോണിക്ക ലെവിൻസ്കി. കേസ് പറഞ്ഞപ്പോ ഞാൻ പറയാൻ പോയത് ഈ പൊളിറ്റിക്സിൽ ഈ സാധനം കൊണ്ടുവരേണ്ട കാര്യം എന്താന്ന് പറഞ്ഞിട്ട് ഉദാഹരണം എന്റെ മൈൻഡിൽ ആദ്യമായിട്ട് ഇത് ഈ കേസാണ്. കാരണം ഞങ്ങൾ 90s ഭയങ്കര സംഭവം. കാരണം നമ്മൾ അന്ന് വരെ കേട്ടിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ മുൻപിലേക്ക് ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് ഇങ്ങനെ കടകടകടകടാന്ന് വന്ന് വീണ സാധനങ്ങൾ, നമുക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും ആ അഫെയറുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കഥ വേണ്ട. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം ഇതൊക്കെ എന്തുകൊണ്ടാണ് കോൺട്രവേഴ്സി എന്ന് വെച്ചാൽ, സത്യത്തിൽ ഒരു രാഷ്ട്രീയക്കാരനെതിരെയോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു ഫിഗറിനെതിരെയോ ആൾക്കാർ എളുപ്പം പിടിക്കുന്നൊരു സാധനം സ്ത്രീ ആരോപണമാണ്, സ്ത്രീ വിഷയമായ ആരോപണം. കാരണം വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. അയാൾ അഴിമതി കാണിച്ചു എന്നുള്ളതിനേക്കാൾ സീരിയസ് ഒഫൻസായിട്ട് കാണുന്നത് കൊണ്ടും എളുപ്പം കരിവാരി തേക്കാൻ പറ്റുന്നതുകൊണ്ടും താത്ത് കെട്ടാൻ പറ്റുന്നതും എളുപ്പമായതുകൊണ്ടും അഴിമതി കേസ് ഇവരെ ശിക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടും എളുപ്പമുള്ള കാര്യമാണ് ഇത് ആരോപണവും ഇതുമായി കണക്ട് ചെയ്ത് പ്രശ്നങ്ങൾ വരുന്നത്. ഇതിലൊരു കാര്യം കൂടി ഉണ്ട്, സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ വന്ന അവന്നാർ അഴിമതിയിൽ പിന്നെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ദീപ് എന്താ പറയാൻ വന്നത്? ഇല്ല, എനിക്ക് തോന്നുന്നു ഈ സൂപ്പർ സ്റ്റാർ ആവുന്ന ആൾക്കാരും അവർക്ക് അങ്ങനെ ഭയങ്കര മോണോഗമസ് ഒന്നും ആയിരിക്കില്ല, എന്നാലും അവരൊരു ഫാമിലി ലൈഫിന്റെ പിക്ചർ പ്രൊജക്റ്റ് ചെയ്യുന്നത് ആ സൊസൈറ്റിയിൽ. കാരണം നാളെ ഒരു സ്ത്രീ വിഷയം വന്നാൽ സ്ത്രീ വിഷയം വരൂല്ലല്ലോ. ഇപ്പൊ സിംഗിളായി നടക്കുന്ന ഒരാൾക്ക് ശരി, സൽമാൻ ഖാനെതിരെയുള്ള ആരോപണം പോലെ മമ്മൂക്കോ ലാലേട്ടനോ അത്രയും പ്രശ്നം. കാരണം അവരൊരു ഹാപ്പി ഫാമിലി കൊണ്ട് നടക്കുന്ന ഒരു ധാരണ പൊതുജന മധ്യത്തിലുണ്ട്. ഈവൻ ഷാറൂഖ് ഖാനെതിരെയും അമീർ ഖാനെതിരെ പ്രശ്നമില്ലാത്ത കാരണം അവർക്ക് അമീർ ഖാൻ കല്യാണം കഴിക്കുന്ന മാത്രമേ ആരോപണമുള്ളൂ. പുള്ളിക്ക് മടുത്ത ഡൈവേഴ്സ് ചെയ്തിട്ട് വീണ്ടും കല്യാണം കഴിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും റീസെന്റ് ആയിട്ട് ഇത് ഒബ്സർവ് ചെയ്തെന്ന് പറഞ്ഞാൽ വിജയുടെ കേസിലാണ്. പുള്ളി അതുവരെ എന്താ പറയാ, പുള്ളി പാർട്ടി അനൗൺസ് ചെയ്ത് അതിന് ഭയങ്കര ഒരു സമ്മേളനമൊക്കെ നടത്തി, അതിന് ശേഷമാണ് വിജയ് തൃഷ റിലേഷൻ ഉണ്ട് എന്നുള്ള രീതിയിലും മീഡിയയിൽ ഭയങ്കരമായിട്ട് പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ബിൽ ക്ലിൻ്റൺ അമേരിക്കൻ പ്രസിഡന്റ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പിള്ളേരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അല്ലടാ, ഇവരെ കേട്ടിട്ടുണ്ട്. പിള്ളേർ ട്രംപും ബുഷിന്റെ ഒക്കെ പൈക്കിലേക്കാണ് ബിൽ ക്ലിൻ്റൺ. കേട്ടിട്ടുണ്ട്, മോണിക്ക ലെവിൻസ്കി കേട്ടിട്ടുണ്ടാവും, നീ കേട്ടിട്ടുണ്ടാവില്ല. ഇത് ഹിലരി ക്ലിൻ്റൺ റൺ ചെയ്തിട്ടുണ്ട് പ്രസിഡന്റ് ഇലക്ഷന്, ബിൽ ക്ലിൻ്റന് ശേഷം റൺ ചെയ്തിട്ടുണ്ട്. ഹിലരി ക്ലിൻ്റന്റെ പിന്നെ കുറച്ച് കണ്ടപ്പോഴാണ് ബിൽ ക്ലിൻ്റനെ കുറ്റം പറയാൻ പറ്റില്ല. സോ 93-2001 കാലഘട്ടത്തിലാണ് ബിൽ ക്ലിൻ്റൺ തുടർച്ചയായി 2 വർഷം US പ്രസിഡന്റായിട്ട് ഇരുന്നത്. ഇതിൽ 95-97 കാലഘട്ടത്തിലാണ് ഒരു 18 മാസത്തോളം ബിൽ ക്ലിൻ്റനും മോണിക്ക ലെവിൻസ്കിയും തമ്മിലൊരു അഫെയർ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത്. മോണിക്ക ലെവിൻസ്കിക്ക് ആ സമയത്ത് 22 വയസ്സായിരുന്നു, ബിൽ ക്ലിൻ്റൺ വാസ് 49 ആ സമയത്ത്. മോണിക്ക ലെവിൻസ്കി അവിടുത്തെ ഒരു എംപ്ലോയി ആണ്, വൈറ്റ് ഹൗസ് എംപ്ലോയി ആണ്. ആൻഡ് അത് ബിൽ ക്ലിൻ്റൻ്റെ ഫസ്റ്റ് ടേമിൽ തന്നെ 93 പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ടേമിൽ തന്നെ ഉടനെ തന്നെ പുള്ളിക്കാരെ റിക്രൂട്ട് ചെയ്യപ്പെട്ട ആളാണ് അവിടത്തേക്ക്. ബിൽ ക്ലിൻ്റൺ ഈ പ്രശ്നങ്ങൾ ശരിക്കും പൊങ്ങി വരുന്നത് 98 നമ്മൾ നാട്ടിലൊക്കെ ഇവിടെ അറിയുന്നത്. ഈ പ്രശ്നത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സത്യത്തിൽ മോണിക്ക ലെവിൻസ്കി അല്ല, ഇതൊരു പീഡന കഥയല്ല സത്യത്തിൽ. ഈ കഥ സത്യത്തിൽ മോണിക്ക ലെവിൻസ്കിയെ ബിൽ ക്ലിൻ്റൺ പീഡിപ്പിച്ചോ എന്നുള്ളതല്ല ഈ കഥയുടെ. ഈ കഥ പുറം ലോകം അറിയുന്നത് വേറൊരു രീതിയിലാണ് ഇത് പുറത്തേക്ക് വരുന്നത്. അതായത് ബിൽ ക്ലിൻ്റൺ 93-2001 കാലഘട്ടത്തിൽ 8 വർഷം തുടർച്ചയായി 2 ടേംസ് തുടർച്ചയായിട്ട് പ്രസിഡൻ്റായിട്ടിരുന്നു ബിൽ ക്ലിൻ്റൺ. പക്ഷേ പൊളിറ്റിക്കൽ ഫിഗറായിരുന്നു പണ്ട് തൊട്ടേ. ബിൽ ക്ലിൻ്റൺ ഇത് തൊട്ട് മുന്നേ അർക്കാൻസസ് സ്റ്റേറ്റിൻ്റെ ഗവർണറായിരുന്നു തുടർച്ചയായി 8 വർഷം. അതിന് മുന്നേ ഒരു ബ്രേക്കിൽ അതിന് മുന്നേയും ഗവർണർ. സോ 2 ടൈംസ് ഗവർണറായിട്ട് സെർവ് ചെയ്തിട്ടുള്ളതാണ് ബിൽ ക്ലിൻ്റൺ. ആ സമയം തൊട്ട് പുള്ളിക്കെതിരെ വൻ ആരോപണങ്ങളുണ്ടായിരുന്നു, അഴിമതി ആരോപണങ്ങളും പുള്ളിക്കെതിരെ പല അലിഗേഷൻസും ഉണ്ടായിരുന്നു. ഇതൊക്കെ സ്ത്രീ വിഷയമല്ല, അല്ലാത്ത കത്തി വരുന്നുണ്ട്, ഓരോന്നായിട്ട് പുറത്തു വരും. 1994 ബിൽ ക്ലിൻ്റനെതിരെ പോള ജോൺസ് എന്ന് പറഞ്ഞ അർക്കാൻസസ് സ്റ്റേറ്റിലെ ഒരു എംപ്ലോയി ബിൽ ക്ലിൻ്റനെതിരെ ഒരു അവിടുത്തെ ഡിസ്ട്രിക്ട് കോർട്ടിലൊരു കേസ് ഫയൽ ചെയ്യുന്നു. അവരെ പുള്ളിക്കാരൻ മിസ്ട്രസ്സായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ച് മിസ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഫയൽ ചെയ്യുന്നു പോള ജോൺസ് എന്ന സ്ത്രീ. ഈ കേസ് ഫയൽ ചെയ്യാൻ വരുമ്പം അന്നത്തെ പ്രസിഡന്റിന് ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, പ്രസിഡൻഷ്യൽ ഇമ്മ്യൂണിറ്റി. അതായത് ഒരു പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ആൾ അയാളുടെ ടേമിൽ ഇരിക്കുന്ന സമയത്ത് ആ പ്രസിഡൻഷ്യൽ ഓഫീസുമായി ബന്ധപ്പെട്ടാത്ത ഒരു കേസ്, പ്രീ ഹിസ്റ്റോറിക് എറയിലുള്ളൊരു കേസ്, അയാൾക്ക് മുന്നേ അയാളുടെ ടേമിന് മുൻപേ ഉള്ളൊരു കേസാണ് വരുന്നതെങ്കിൽ ആ കേസ് അയാളുടെ കാലാവധി തീരുന്നിടം വരെ ഫയൽ ചെയ്യേണ്ട, വാദിക്കേണ്ട എന്നൊരു ഇമ്മ്യൂണിറ്റി പ്രസിഡന്റിനുണ്ടായത് അന്നത്തെ കാലത്ത്. ഈ കേസ് ഫയൽ ചെയ്തതുകൊണ്ട് അന്നത്തെ ജഡ്ജി അപ്പം തന്നെ ഇത് തള്ളി. അതായത് പുള്ളി ഇപ്പോൾ പ്രസിഡൻ്റായിട്ടിരിക്കുകയാണ്, ഇത് കേസ് വരുന്നത് പുള്ളിക്കാരൻ 88 കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ 91-92 ആ കാലഘട്ടങ്ങളിൽ വരെ
ആർക്കാൻസസ് സ്റ്റേറ്റ് ഗവർണറായിട്ടിരുന്ന സമയത്തുള്ളതാണ് ഈ കേസ് പോള ജോൺസ് പറയുന്നത്. സോ 93 മുതൽ 2001 വരെ പുള്ളി 93 പുള്ളി പ്രസിഡൻ്റായി. 94 കേസ് വരുമ്പോൾ ജഡ്ജി ആദ്യം തള്ളി, കേസ് നിൽക്കത്തില്ല, കാരണം പ്രസിഡൻഷ്യൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഈ കേസ് ആ ഓഫീസുമായി ബന്ധപ്പെട്ടതല്ല, പഴയതാണ്. തള്ളിയപ്പം അവർ അപ്പീലിന് പോയി. ക്ലിൻ്റൺ ഫൈറ്റ് ചെയ്തു. ആ ഫൈറ്റ് ഒരു 3 വർഷത്തോളം തുറന്നിട്ട് US സുപ്രീം കോർട്ട് വരെ പോയി. US സുപ്രീം കോർട്ട് ഭയങ്കര ഹിസ്റ്റോറിക്കായിട്ടൊരു വിധി കൊണ്ടുവന്നു. പ്രസിഡൻഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അയാളെ ഒരു പ്രത്യേക മനുഷ്യനായിട്ട് പരിഗണിച്ച് അയാൾക്ക് ഭയങ്കര പവർ കൊടുക്കുന്നതല്ല, അയാൾ ഇരിക്കുന്ന ഓഫീസുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ആ കേസ്, അയാൾക്കെതിരെ വരുന്ന കേസ് സ്റ്റാൻഡ് ചെയ്യുകയാണെങ്കിൽ അത് വാദിക്കാം, പ്രോസിക്യൂഷൻ തുടങ്ങാം എന്നുള്ളൊരു വിധി വന്ന് പ്രസിഡൻഷ്യൽ ഇമ്മ്യൂണിറ്റിയുടെ ആ പവറുകൾ കുറഞ്ഞു. സോ 94 കൊടുത്ത കേസിന് 97 വാദം തുടങ്ങി. 97 ഈ വാദം തുടങ്ങുമ്പോഴാണ് മോണിക്ക ലെവിൻസ്കി പതുക്കെ ഇതിലേക്ക് വരുന്നത്. ഈ വരുന്ന സമയത്ത് തന്നെ ഒരു കേസ് അവിടെ കിടക്കുന്നു, നമ്മൾ പീഡനം കേൾക്കുന്നു. അതേസമയം തന്നെ വൈറ്റ് ഹൗസ് ട്രാവൽ ഓഫീസ് കോൺട്രവേഴ്സി, വൈറ്റ് ഹൗസ് FBI ഫയൽ കോൺട്രവേഴ്സി, വൈറ്റ് വാട്ടർ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞ് 3 അഴിമതി പ്രശ്നങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട്. ഇത് പുള്ളിയുടെ ടേമിൽ തന്നെ നടന്ന കാര്യങ്ങളാണ്. ഗവർണറായിട്ടിരിക്കുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ, പ്രസിഡൻ്റായിട്ടിരിക്കുന്ന സമയത്ത്. ഇതിൽ ആദ്യത്തെ ഗവർണറായിട്ടിരിക്കുമ്പോൾ വൈറ്റ് വാട്ടർ എന്ന് പറഞ്ഞ് പുള്ളിക്കൊരു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി പരിപാടി ഉണ്ടായിരുന്നു. പുള്ളിക്കാരനും ഭാര്യയും വേറെ 2 പേരും ചേർന്നിട്ട് അവിടുത്തെ ഒരു ലേക്ക് സൈഡിൽ ഒരു ഹോളിഡേ ഹോംസ് സെറ്റപ്പ് ചെയ്യുന്നൊരു ചെറിയ ബിസിനസ് പരിപാടി. അത് ഇൻവെസ്റ്റ് ചെയ്ത് പൊട്ടിത്തകർന്ന് എല്ലാവർക്കും നഷ്ടമുണ്ടായി, ഒരു നഷ്ടക്കച്ചവടമായി മാറിയ സംഭവം. ഇതെങ്ങനെയാണ് കേസാകുന്നതെന്ന് വെച്ചാൽ, ഈ നഷ്ടക്കച്ചവടം വന്നപ്പോൾ ഈക്വൽ ഷെയറുള്ള പാർട്ട്നേഴ്സിൽ ബിൽ ക്ലിൻ്റനും ഹില്ലറി ക്ലിൻ്റനും മാത്രം നഷ്ടം കുറവാണെന്നാണ് അവർ ഫയൽ ചെയ്തത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പിന്നീട് ഇവർക്ക് ഫേവറബിളായിട്ട് ഇയാളെന്തോ, ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് ഫേവറബിളായി ഇയാളെന്തോ ചെയ്യാം എന്നുള്ളത് അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തതെന്നാണ് ആരോപണം വരുന്നത്. അതേ ബാക്കിയുള്ള പാർട്ട്നേഴ്സ് 2 പേരിൽ ഒരാൾ പിന്നീട് ബാങ്കിങ് സെക്ടറിലേക്ക് വരികയും അയാൾ ബാങ്കിങ് സെക്ടറിൽ പല പരീക്ഷണങ്ങൾ നടത്തി വലിയ ബിസിനസ് വെഞ്ചേഴ്സ് നടത്തുകയും പിന്നീട് പിൽക്കാലത്ത് US ഗവൺമെൻറ്റിന് തന്നെ മൊത്തത്തിൽ വലിയ നഷ്ടം ഉണ്ടാക്കുന്ന ബാങ്കിങ് ഫ്രോഡുകൾ നടത്തുകയും ചെയ്തു. $1 മില്യൺ നഷ്ടങ്ങൾ വന്നു ബാങ്കിങ് മേഖലയിൽ. അതിലൊക്കെ ക്ലിൻ്റൺ ഗവർണറായിട്ടും പ്രസിഡൻ്റായിട്ടും ഇരുന്നിട്ട് ഇവർക്ക് ഫേവർ ചെയ്തു എന്നുള്ള ആരോപണം ഒരു സൈഡിൽ നിൽക്കുന്നു. ഒരു സൈഡ് FBI ഫയലുകൾ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന വേറൊരു പ്രശ്നം നിൽക്കുന്നു. വേറൊരു സ്ഥലത്ത് വൈറ്റ് ഹൗസിലെ ഓഫീസേഴ്സിനെ ഇവരുടെ താല്പര്യത്തിൽ നിൽക്കാത്തവരെ, ഈ പ്രശ്നത്തിൽ ഇൻവോൾവ് ആകാൻ സാധ്യതയുള്ളവരെയും അങ്ങനെയുള്ള ആൾക്കാരെ പെട്ടെന്ന് ടെർമിനേറ്റ് ചെയ്യുന്നു എന്നുള്ള പ്രശ്നം. അങ്ങനെ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന 97 കാലഘട്ടത്തിലാണ് മോണിക്ക ലെവിൻസ്കി ഇതിനകത്തേക്ക് അറിയാതെ വരുന്നത്. ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ടായിരുന്നു. മോണിക്ക വാസ് ഹാപ്പി, ബിൽ ക്ലിൻ്റൺ വാസ് ഹാപ്പി, ഹില്ലറി ക്ലിൻ്റൺ എക്സ്ട്രീംലി ഹാപ്പി, ആർക്കും പ്രശ്നമില്ല. പോള ജോൺസ് കേസിൽ ഇയാളൊരു പ്രഡേറ്റർ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇയാളുടെ ഓഫീസിലുള്ള മോണിക്ക ലെവിൻസ്കി വിറ്റ്നസ്സായി റോപ്പിൻ ചെയ്യുന്നു പോള ജോൺസ് കേസിൽ. പോള ജോൺസ് കേസിൽ വന്നിട്ട് ലെവിൻസ്കി വിറ്റ്നസ്സായിട്ട് പറയുന്നത്, ഞങ്ങൾ ലെവിൻസ്കിയും ബിൽ ക്ലിൻ്റനും അയാളുടെ ഓഫീസിൽ ഇറക്കുന്ന ആൾക്ക് അവർക്ക് പ്രശ്നമില്ല, ബാക്കിയുള്ള സ്ത്രീകളെ ഞങ്ങൾ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞ് വരുന്നു. ഈ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് വരാൻ കാരണം അപ്പോഴത്തേക്ക് റൂമർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഇവർ തമ്മിൽ എന്തോ റിലേഷനുണ്ട്. പോള ജോൺസ് കേസിൽ തന്നെ റൂമേഴ്സ് സ്റ്റാർട്ട് ചെയ്തു ഇവർ തമ്മിൽ എന്തോ റിലേഷനുണ്ടെന്ന്. അതിന് കാരണം ഈ റിലേഷൻ നടക്കുമ്പം ലെവിൻസ്കി എന്ത് ചെയ്തു, വേറൊരു കൊളീഗ്, ലിൻഡ ട്രിപ്പ് എന്ന് പറഞ്ഞ കൊളീഗിനോട് ഇത് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ലിൻഡ ട്രിപ്പ് പുറത്തൊരു ഓതറിൻ്റെ അടുത്ത്, ലൂസിയാന ഗോൾഡ്ബർഗ് എന്ന് പറഞ്ഞൊരു ഓതറിൻ്റെ അടുത്ത്, ലേഡി ഓതറിൻ്റെ അടുത്ത് ലിറ്റററി ഏജൻ്റൊക്കെയാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു അത് റെക്കോർഡ് ചെയ്യണം, ഇത് തെളിവാക്കണം. സോ ലെവിൻസ്കി അറിയാതെ ലിൻഡ ട്രിപ്പ് ഈ സംസാരങ്ങൾ പലതും പല റിലേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നത് 20 മണിക്കൂറോളം എന്ന റെക്കോർഡിങ്സ് കൈവച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞ് നിനക്ക് കിട്ടിയ ഗിഫ്റ്റ്, തെളിവുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാധനങ്ങളൊന്നും കളയരുത്, ഇതൊക്കെ ചിലപ്പോൾ വലിയ പ്രശ്നമാവും, ഒരു ഇൻഷുറൻസ് ആയിട്ട് നീ കൈവച്ചൊക്കെ ഒരു ഉപദേശം കൊടുത്തു മോണിക്ക ലെവിൻസ്കിയെ. ഈ സാധനം ലിൻഡ ട്രിപ്പിനെയും ഈ കേസിൽ ഓഫീസിലെ സ്ത്രീകളെയൊക്കെ ബിൽ ക്ലിൻ്റൺ സപ്പോർട്ടായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്ത സമയത്ത് ലൂസിയാന ഗോൾഡ്ബർഗ് പുറത്തേക്ക് വിട്ടു തുടങ്ങി. അതായത് അകത്തൊരു അഫയർ ഇപ്പം തന്നെ നടക്കുന്നുണ്ട്. അയാളെ കേസിൽ പ്രതി അയാൾക്ക് അഫയർ ഓൾറെഡി ഉണ്ട് ലെവിൻസ്കിയുമായിട്ടെന്ന്. എന്നിട്ട് ആ ലെവിൻസ്കി വന്ന് കോടതി കള്ളസാക്ഷി പറയുന്നു, ഞാൻ ക്ലിൻ്റൺ തമ്മിൽ ഒരു ബന്ധമില്ല, ക്ലിൻ്റൺ ഡീസൻ്റ് ആണെന്ന് പറയുന്നു എന്ന് പറഞ്ഞ് ഇത് പ്രശ്നമായി. 97 കാലഘട്ടം ഇതിങ്ങനെ കത്തി നിൽക്കുക. 98 സ്റ്റാർട്ടിങ്ങിൽ ഇത് വെബ്സൈറ്റിൽ, ഓൺലൈൻ വെബ്സൈറ്റുകളിലൊക്കെ വന്നുകൊണ്ടിരുന്ന ന്യൂസുകളും റൂമേഴ്സും ഒക്കെ വാഷിങ്ടൺ പോസ്റ്റ് ബ്രേക്ക് ചെയ്തു. ഡെയിലി അവിടുത്തെ ഏറ്റവും വലിയ പത്രത്തിൽ മെയിൻ സ്ട്രീം മീഡിയ ന്യൂസായി ബിൽ ക്ലിൻ്റനും മോണിക്ക ലെവിൻസ്കിയും തമ്മിൽ അഫെയർ ഉണ്ട്, സെക്ഷൽ റിലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് ചെയ്തു. അപ്പോഴത്തേക്ക് ബിൽ ക്ലിൻ്റൺ ഈ കേസിനകത്ത് സത്യവാങ്മൂലം കൊടുക്കേണ്ടി വന്നു. പോള ജോൺസ് കേസിനകത്ത് സത്യവാങ്മൂലം കൊടുക്കേണ്ടി വന്നു. എനിക്ക് മോണിക്ക ലെവിൻസ്കി എന്ന സ്ത്രീയുമായിട്ട് എനിക്ക് സെക്ഷലി ഒരു റിലേഷനും ഇല്ല, എനിക്കൊരു സെക്ഷൽ റിലേഷനില്ലെന്ന് ബിൽ ക്ലിൻ്റൺ സത്യവാങ്മൂലം കൊടുത്തു. മോണിക്ക ലെവിൻസ്കിയും കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയ ടെലിവൈസ്ഡ് വീഡിയോ ജനങ്ങൾക്ക് വേണ്ടി പബ്ലിഷ് ചെയ്യുകയും ചെയ്തു 98 സ്റ്റാർട്ടിങ്ങിൽ.
എനിക്ക് എൻ്റെ ഓഫീസ് ഡ്യൂട്ടികൾ വേറെ ഉണ്ട്, ഇതിൻ്റെ പുറകെ നടക്കാൻ എനിക്ക് സമയമില്ല. ആ സ്ത്രീ, നിങ്ങൾ പറയുന്ന ആ സ്ത്രീ മോണിക്ക ലെവിൻസ്കിയുമായിട്ട് ഭയങ്കര പോപ്പുലർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഐ ഡോണ്ട് ഹാവ് എനി സെക്ഷുവൽ റിലേഷൻസ് വിത്ത് ദാറ്റ് ലേഡി ലെവിൻസ്കി എന്ന് പറഞ്ഞൊരു സാധനം ചെയ്തു 98 ജനുവരിയിൽ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ലിൻഡ ട്രിപ്പിനെ ഈ കേസിൽ വിറ്റ്നസ് ആക്കാമെന്ന് വിചാരിച്ചിരുന്നവർ ലിൻഡ ട്രിപ്പ് നേരെ പോയിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിൻ്റെ അടുത്ത് പോയിട്ട് മോണിക്ക ലെവിൻസ്കിയുടെ കോൾ റെക്കോർഡിങ്സ് കൊടുത്തിട്ട് പറഞ്ഞു, മോണിക്ക ലെവിൻസ്കിയുടെ ഇത് കൂടാതെ ഒരുപാട് തെളിവുകൾ കാണാൻ സാധ്യതയുണ്ട്, പുള്ളിക്കാരി ആ കേസിലെ വിറ്റ്നസ്സെ മാറ്റിയിട്ട് പുള്ളിക്കാരി കേസിൽ പ്രതിയാക്കണമെന്ന് പറഞ്ഞു. സോ കെനത്ത് സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായിരുന്നു അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് കളി നടക്കുന്നത് ഇയാൾക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ നടക്കുന്നതിനകത്തെ പല ഓഫീസേഴ്സിൽ സ്ഥലം മാറ്റുക, ഒരു ഓഫീസർ ആത്മഹത്യ ചെയ്തു, അങ്ങനെയൊക്കെ ഭയങ്കര രീതിയിൽ അട്ടിമറി നടന്നുകൊണ്ടിരിക്കുക അവിടെ. പുള്ളി അങ്ങനെ നിൽക്കുന്ന സമയത്ത് കെന്നത്ത് സ്റ്റാർ എന്ന ഒരാൾ കാര്യമായിട്ട് പുള്ളിക്കെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലിൻഡ ട്രിപ്പ് കൊണ്ട് ഈ എവിഡൻസ് കൊടുക്കുന്നത്. ആ എവിഡൻസ് കൊടുത്തോടെ മോണിക്ക ലെവിൻസ്കി ഡിഫൻസ് മോഡിലായി. കാരണം പുള്ളിക്കാരി ഇനി പ്രതിയാവും ഇതിനകത്ത്. പുള്ളിക്കാരിക്കെതിരെയുള്ള ആരോപണം പുള്ളിക്കാരി കള്ളസത്യം പറഞ്ഞു ചെയ്തു. അതിനകത്ത് പുള്ളിക്കാരി റെക്കോർഡിങ്സ് പുറത്തു വന്നു. പുള്ളിക്കാരി പറയുന്നു ക്ലിൻ്റനായിട്ട് അഫെയർ ഉണ്ടെന്ന്, പല സമയത്ത് ഞങ്ങൾ സെക്ഷലി റിലേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് വൈറ്റ് ഹൗസിനകത്ത് വെച്ചിട്ട്. മാത്രമല്ല പുള്ളിക്കാരിയുടെ ബിൽ ക്ലിൻ്റൻ്റെ 7 ട്രേസസ് ഉള്ളൊരു ബ്ലൂ ഡ്രസ്സ് ഉണ്ടെന്ന് ലിൻഡ ട്രിപ്പ് ബ്രേക്ക് ചെയ്തു പുറത്തേക്ക്. അത് ശരിക്കും ലെവിൻസ്കിയുടെ ഉണ്ടായിരുന്നു. ഇത് അലക്കാതെ സോ അസാൻ ഇൻഷുറൻസ് മോണിക്ക ലെവിൻസ്കി ഇത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്ന് ഫയൽ ചെയ്യേണ്ടി വന്നു. സോ ട്രാൻസാക്ഷണൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രതിയാവാതിരിക്കാൻ വേണ്ടി മോണിക്ക ലെവിൻസ്കി തിരിച്ചു. മോണിക്ക ലെവിൻസ്കി 98 മിഡൊക്കെ ആയപ്പോഴത്തേക്ക് മോണിക്ക ലെവിൻസ്കി കേസിൽ മാപ്പുസാക്ഷിയായിട്ട് ചേർന്നിട്ട് വന്നു. ഞാനും ക്ലിൻ്റനും തമ്മിൽ പലതവണ വൈറ്റ് ഹൗസിനകത്ത് വെച്ച് എക്സാക്ട്ലി പറയാണ്ട് 9 തവണയെങ്കിലും 18 മാസത്തെ എൻ്റെ ആ ഞങ്ങളുടെ റിലേഷൻ ആയിരിക്കും 9 തവണയെങ്കിലും സെക്ഷൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്. അതിൽ 7 തവണയെങ്കിലും ഹിലാരി ക്ലിൻ്റൻ ആ സമയത്ത് വൈറ്റ് ഹൗസിനകത്തുണ്ടായിരുന്നു എന്ന്. ആൻഡ് ഹിലാരി ക്ലിൻ്റൻ ഈ പറയുന്ന സമയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവരുടെ ഫസ്റ്റ് ലേഡിയുടെ ഇൻ ആൻഡ് ഔട്ട് രജിസ്റ്ററിൽ നിന്ന് പ്രൂവണുമാണ്. ഇത് കൂടാതെ പുള്ളിക്കാരി 7 ട്രേസ് ഉള്ള ഈ സാധനം സബ്മിറ്റ് ചെയ്തു. DNA ടെസ്റ്റിന് പോയി. DNA ടെസ്റ്റിന് ബ്ലഡ് സാമ്പിളായിട്ട് മാച്ചായി. ബിൽ ക്ലിൻ്റൻ്റെ 7 ട്രേസുള്ള ഡ്രസ്സ് മോണിക്ക ലെവിൻസ്കിയുണ്ട്. സോ ബിൽ ക്ലിൻ്റന് പുള്ളിക്കാരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തേണ്ടി വന്നു. പുള്ളിക്കാരൻ വന്നിട്ട് അത് കഴിഞ്ഞ് 98 ഓഗസ്റ്റൊക്കെ ആയപ്പോൾ പുള്ളിക്കാരൻ സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തി, ഞാൻ സെക്ഷൽ റിലേഷൻ എന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. കാരണം എന്നോട് അന്ന് ജഡ്ജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സെക്ഷൽ റിലേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന്. എന്നിട്ട് സെക്ഷൽ റിലേഷൻ്റെ ഡെഫിനിഷൻ അവർ തന്നു. സോ സെക്ഷൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്ത്രീയുടെ ഗ്രോയിൻ, ജെനിറ്റൽ ഏരിയ, ബട്ടക്സ്, ഏനസ്, ഇന്നർ തൈസ്, ബ്രസ്റ്റ്, ഇവിടെയൊക്കെ ഞാൻ സെക്ഷലി എന്തെങ്കിലും ചെയ്യുകയോ ഞാൻ അവരെ സെക്ഷലി പ്രൊവോക്ക് ചെയ്യുകയോ ഓറൽ പ്രഷർ ഞാൻ കൊടുക്കുകയോ ചെയ്യുന്നതിനെയാണ് എന്ന്. പക്ഷേ തിരിച്ച് ഓറൽ സെക്സ് എനിക്ക് കിട്ടുന്നത് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. സോ ഞാൻ പറഞ്ഞ സെക്ഷൽ റിലേഷൻ ഉണ്ടായിട്ടില്ലെന്ന് ശരിയാണെന്ന് പുള്ളി പറഞ്ഞു. ഇത് സെക്ഷൽ ഫേവർ ആണ്. പക്ഷേ കോടതിയുടെ ആ പറയുന്ന ഇതില് സോ എൻ്റെ 7 ട്രേസ് എങ്ങനെയാണ് വന്നത് പുള്ളി പ്രൂവ് ചെയ്തു. മേ ബി അത് ഓറൽ സെക്സിൽ നിന്നാവാം. സോ ഞാൻ അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. എന്നിട്ട് പുള്ളിക്ക് ഒരു മാപ്പ് അനൗൺസ്മെൻറ്റ് കൊടുത്തു. അതായത് എനിക്കൊരു ഇംപ്രോപ്പർ റിലേഷൻ ഉണ്ട് പുള്ളിക്കാരിയുമായിട്ട്. സെക്ഷൽ റിലേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, ഇല്ലെന്ന് പറഞ്ഞത് സത്യമാണ്. പക്ഷെ ഒരു ഇംപ്രോപ്പർ റിലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് സൂപ്പർ 98 ഓഗസ്റ്റിൽ പുള്ളിക്കാരൻ ജനുവരിക്ക് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിന് മറു സ്റ്റേറ്റ്മെൻറ്റ് പുള്ളിക്കാരന് കൊടുക്കേണ്ടി വന്നു. ഇത് പുറത്ത് വന്നതോടുകൂടി ഭയങ്കര പ്രശ്നമായി. അപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ജഡ്ജി പുള്ളിക്കാരന് ഫൈൻ അടിച്ചു. കള്ള സത്യവാങ്മൂലം കൊടുത്തതിനും മിസ്ലീഡ് ചെയ്തതിനും ജസ്റ്റിസിന് ഒബ്സ്ട്രക്ഷൻ ആയിട്ട് നിന്നതിനും പുള്ളിക്കാരൻ മാപ്പുസാക്ഷിയായില്ല. അതുകൊണ്ടാണല്ലോ ഇത്രയും തെളിവ് കിട്ടിയത്. അവിടെ അങ്ങനെ ഒരു സാധനം നമ്മൾ സിനിമയ്ക്കത്തൊക്കെ സ്ഥിരം കാണുന്നില്ലേ, 2 പ്രതികളുണ്ട് മാപ്പുസാക്ഷിയാക്കി മറ്റേ തെളിവ് കൊണ്ടുവന്നിട്ട് എന്നാലേ കേസ് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമ്മളെപ്പോലല്ല, അവിടെ കുറച്ചുകൂടെ റൈറ്റ്സ് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ ഈ പ്രശ്നം ഇത്രയും കലുഷിതമായപ്പോഴത്തേക്ക് ബിൽ ക്ലിൻ്റൻ തകർന്നു തരിപ്പണമാകും നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. ബിൽ ക്ലിൻ്റനെതിരെ ഇത്രയും സീരിയസ് ആരോപണങ്ങൾക്ക് തെളിവ് വന്നപ്പോഴത്തേക്ക് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ബിൽ ക്ലിൻ്റനെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടിയുള്ള മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും കള്ളസത്യവാങ്മൂലം സത്യം പറഞ്ഞാൽ അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പുള്ളിക്കാരനൊരു സ്ത്രീയുമായിട്ടുള്ള റിലേഷനോ അഭിഹിത ബന്ധമോ അല്ല, സ്റ്റേറ്റിനോടും ജനങ്ങളോടും പുള്ളി കള്ളം പറഞ്ഞു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും സീരിയസ് ഒഫൻസ്. അതാണ് ഏറ്റവും സീരിയസ് ഒഫൻസ്. അതിൻ്റെ പേരിലാണ് ഇംപീച്ച് ചെയ്യാൻ പോകുന്നത്. പെർജുറി എന്ന് പറഞ്ഞാൽ ഇത് ഒബ്സ്ട്രക്ഷൻ ടു ജസ്റ്റിസ്, അതാണ് സീരിയസ് ഒഫൻസ്. അതിൻ്റെ പേരിൽ ഇംപീച്ച് ചെയ്യാൻ വേണ്ടി ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് പുള്ളിക്കാരൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിങ് മേഖലയിലുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഫേവേഴ്സ് ചെയ്തു എന്നുള്ളത് തെളിഞ്ഞില്ല. ഈ കേസുകളെല്ലാം തള്ളിപ്പോയി. ഒരു കേസിലും പുള്ളിയെ പ്രോപ്പറായിട്ട് കൺവിക്ട് ചെയ്യാൻ പറ്റിയില്ല. എല്ലാ കേസുകളിലും പല രീതിയിൽ ഓഫീസേഴ്സ് മാറിപ്പോവുക, ഓഫീസർ മരിക്കുക, ബിൽ ക്ലിൻ്റൻ ദുരൂഹ സാഹചര്യത്തിൽ ആൻഡ് ബാക്കിയുള്ള ആൾക്കാർ അതിൻ്റെ കുറ്റം ഏറ്റെടുക്കേണ്ടി വരിക എന്നുള്ള സിറ്റുവേഷൻ ബിൽ ക്ലിൻ്റൻ എല്ലാത്തിൽ നിന്നും പ്രോപ്പറായിട്ട് ഊരി വരുന്നു.
ഇംപീച്ച്മെൻ്റ് സംഭവിച്ചു. അതാണ് സംഭവിച്ചത്. അതായത് 98 തുടങ്ങിയ പ്രശ്നം എനിക്കൊന്ന് പുള്ളിക്ക് സെക്കൻഡ് ടൈം അപ്പം 97 കഴിഞ്ഞ് സെക്കൻഡ് ടൈം 98 പ്രശ്നം നടക്കും. സെക്കൻഡ് ടൈമിലിരിക്കുമ്പോൾ ഇംപീച്ച്മെൻറ്റ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ മിനിമൽ ഭൂരിപക്ഷത്തിൽ ഇംപീച്ച്മെൻറ്റ് വോട്ട് ചെയ്താൽ, അതായത് ഇപ്പോൾ പകുതി ജസ്റ്റ് 51% വോട്ട് ചെയ്താൽ പുള്ളിക്കെതിരെ ഇംപീച്ച്മെൻറ്റ് നടപ്പാക്കാൻ വേണ്ടിയാവും. അങ്ങനെ ഇംപീച്ച്ഡായി പുള്ളി. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് സെനറ്റിൽ വോട്ടിടുമ്പം 2/3 മെജോറിറ്റി വേണം. 50% പോരാ, അതായത് ഒരു 60-70% വേണം. 2/3 മെജോറിറ്റി വന്നാൽ പുള്ളിയുടെ പ്രസിഡൻഷ്യൽ സ്ഥാനം പോകും. പക്ഷേ ആ സെനറ്റിൽ വോട്ടെടുപ്പിൽ 21 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം വേണ്ട 67 വോട്ട് കിട്ടാതെ 45-50 വോട്ടിൽ പുള്ളിയുടെ സ്ഥാനം സേഫായി. ഇംപീച്ച്മെൻറ്റ് അവിടെ വെച്ച് സ്റ്റോപ്പായി. പുള്ളി ഇംപീച്ച്ഡായി, പക്ഷെ പുറത്തായില്ല. പുള്ളിക്കെതിരെ അന്നത്തെ ജഡ്ജി ഈ പറയുന്ന മിസ്ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിന് കൺഫ്യൂസിങ് ഉണ്ടാക്കി $90,000 ഫൈൻ അടിച്ചു. പുള്ളിക്കാരൻ്റെ ലോ ലൈസൻസ് ഉള്ള ആളായിരുന്നു, പ്രാക്ടീസ് ചെയ്യാൻ ലൈസൻസ് ഉള്ള ആളായിരുന്നു. ആ ലൈസൻസ് 5 വർഷത്തെ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞു. പുള്ളി ആ ഫൈൻ അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അതായത് അതിൻ്റെ വലിയ ഫൈൻ അടയ്ക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് പുള്ളി തന്നെ അവസാനം ലോ ബാറിലെ ലൈസൻസ് പുള്ളി രാജിവെച്ചു. പുള്ളി അത് വേണ്ടെന്ന് വെച്ചു. പോല ജോൺസിന് $8.5 ലക്ഷം കോമ്പൻസേഷനായിട്ട് കൊടുക്കേണ്ടി വന്നു ഈ ഇഷ്യൂയിലേക്ക്. കാരണം ആ കേസിൽ ഒരു ഓഫീസറോടുണ്ടായിരുന്നു. ആ ഓഫീസറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ പോള ജോൺസ് അകത്ത് വെച്ച് പറയുന്നത് ഞാൻ കേട്ടു, ബിൽ ക്ലിൻ്റൻ്റെ മിസ്ട്രസ് ആയിട്ട് ഇരിക്കുന്നതിന് പുള്ളിക്കാരിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന്. ഈ ഒരു പോലീസ് ഓഫീസറാണ് ഗവർണറുടെ അടുത്തേക്ക് പോള ജോൺസിനെ കൊണ്ടുപോയത്. പോള ജോൺസ് അവിടെ വെച്ചിട്ട് പറയുന്നത് ഞാൻ കേട്ടു എന്നൊരു പോലീസ് ഓഫീസറുടെ മൊഴിയുണ്ടായിരുന്നു. ശരിക്കും ഈ പോലീസ് ഓഫീസറിനെതിരെയും ഗവർണർക്കെതിരെയുമാണ് പോള ജോൺസ് കേസ് കൊടുത്തിരുന്നത്. സോ ആ കേസ് എങ്ങും എത്തിയില്ല. അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റർ കെന്നത്ത് സ്റ്റാർ പറഞ്ഞത് ഓൾറെഡി അതിനകത്ത് പുള്ളിക്ക് കിട്ടാനുള്ള സാധനം കിട്ടി, പിന്നെ അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല എന്നുള്ള മോഡിൽ ഇത് വൈൻഡപ്പ് ആവുകയും ചെയ്തു. പല കേസിലും പുള്ളിക്ക് ഇതല്ല. പുള്ളി അത് കഴിഞ്ഞ് പോപ്പുലറായിട്ട് ആക്ടിവിറ്റി പൊളിറ്റിക്സിലുണ്ടായിരുന്നു. പുള്ളിക്കാരൻ തൊട്ടടുത്ത ഇലക്ഷനിൽ പുള്ളിക്കാരൻ്റെ സതീർത്ഥനായിരുന്ന അല്ലെങ്കിൽ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിരുന്ന ആൾക്ക് വേണ്ടി റൺ ചെയ്യണമെന്നൊരു പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കിട്ടിയില്ല. ഡെമോക്രാറ്റ്സ് തോറ്റു, റിപ്പബ്ലിക്കൻസാണ് ജയിച്ചത്. അന്ന് അയാൾ പറഞ്ഞു ബിൽ ക്ലിൻ്റൺ കാരണമാണ് ഞാൻ തോറ്റതെന്നും, ഇയാൾ പറഞ്ഞു ഞാൻ എന്നെയും കൂടെ പുറത്തിറക്കി പ്രചരണം നടത്താത്തതുകൊണ്ടാണ് നിങ്ങൾ തോറ്റത്, ഞാൻ വന്ന് ജനങ്ങളോട് പറഞ്ഞായിരുന്നെങ്കിൽ കിട്ടിയേനെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഹില്ലരി ട്രംപിനെതിരായിരുന്നു. ഹില്ലരി റൺ ചെയ്യുകയും ചെയ്തു. അവർക്കാണെങ്കിൽ വലിയ പൊളിറ്റിക്കൽ സോഷ്യൽ ആക്ടിവിറ്റീസും വലിയ ബോർഡുകളും NGO ചാരിറ്റി അസോസിയേഷൻസും ഒക്കെ ഉണ്ട്. ആൻഡ് മോണിക്ക ലെവിൻസ്കി പതുക്കെ ഒരു സെലിബ്രിറ്റി ആയി. മോണിക്ക ലെവിൻസ്കി ബുക്ക് എഴുതി, മോണിക്ക ലെവിൻസ്കി സ്റ്റേഡിയം ടൂർ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പുള്ളിക്കാരി വലിയ സെലിബ്രിറ്റി. ഈ ഷെയ്മിങ്ങിനെതിരെയൊക്കെ പുള്ളിക്കാരി വലിയ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തി. കാരണം പുള്ളിക്കാരി അപ്പോൾ ആൾക്കാർ നമ്മുടെ നാട്ടിൽ മോണിക്ക ലെവിൻസ്കി ഒരു ഐക്കണായി, ഒരു ഗ്ലോബൽ ഐക്കണാണ് മോണിക്ക ലെവിൻസ്കി. ഇതേപോലെ സ്റ്റാൻഡുകളുടെ പേരിൽ പുള്ളിക്കാരി ഐക്കണായിട്ട് മാറി. സോ അങ്ങനെ 98 കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ സെമൻട്രൈസസ് എന്താന്നൊക്കെ ഞാൻ ആദ്യം കേൾക്കുന്നത് ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും. ബിൽ ക്ലിൻ്റന്റെ മനോരമ അന്നങ്ങനെ റിപ്പോർട്ട്, ബിൽ ക്ലിൻ്റന്റെ കറയാണോ മോണിക്കയുടെ നീല വസ്ത്രത്തിൽ ഷർട്ട് ഊരിയിടരുത്, ഊരിയിടാനെ വെള്ളത്തിൽ മുക്കിയിട്ട് കൊടുക്കുക അല്ലേ കേസ്. സോ രാഹുൽ മാങ്കോട്ടത്തെ വിഷയം കേട്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ആലോചിക്കുന്ന കാര്യം ഇതായിരിക്കും പെട്ടെന്ന്. ഞാൻ ഈ പൊളിറ്റിക്കലി സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഈ കേസൊക്കെ ഓർമ്മ, ഇത് ശരിക്കും ആ നടന്ന സമയത്തുള്ള ഓർമ്മയില്ല. ഇതൊരു സംഭവം നടന്നാലും കുറെ കാലത്തേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല. അപ്പൊ ക്ലിന്റന്റെ പേര് പറയുമ്പോ എപ്പോഴും പറഞ്ഞ് ക്ലിന്റൺ മോണിക്ക നമ്മുടെ നാട്ടിലെ സംഭവം കേട്ടിട്ടുള്ളൂ. സ്റ്റേജ് ഷോകൾ സ്കിറ്റുകളിലൊക്കെ സ്ഥിരം ട്രോൾ പരിപാടിയായിട്ട് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഇംപീച്ച്ഡ് ആയി പുള്ളി. ഇംപീച്ച് വെച്ചാൽ നമുക്ക് സ്ഥാനം പോയില്ലെന്നല്ലോ, പുള്ളിയെ സംബന്ധിച്ച് അത് ഡ്രോബാക്ക്. കാരണം ഇംപീച്ച്മെന്റ് ഓഫ് US പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് അവിടെ. പക്ഷേ ഒരു അതായത് നമ്മൾ രാജ്യസഭയും ലോക്സഭയും പോലെ ഒരു ഹൗസിൽ നിന്ന് അങ്ങനെ ആയിരിക്കണം ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഹൗസിൽ നിന്ന് പുള്ളി ഇംപീച്ച്ഡായി, പക്ഷേ മറ്റേതിൽ പുള്ളി ഭൂരിപക്ഷം പിടിച്ചിട്ട് പുള്ളിക്ക് ടേം കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. പുള്ളി ടേം കണ്ടിന്യൂ ചെയ്തിട്ട് ഇറങ്ങിയത് 2001. ഇതിലോട്ട് ചോദിക്കട്ടെ. ഇല്ല, ഇതിൽ ഞാനൊരു കാര്യം കൂടി, ഇപ്പോൾ ട്രംപിൻ്റെ കേസിലും ട്രംപിൻ്റെ എതിരെയും കുറേ അലിഗേഷൻസ് വന്നിട്ടുണ്ട്. ഒരു പോൺ ആക്ട്രസിന് ഹഷ്മണി കൊടുത്തു. ഹഷ്മണി എന്ന് പറഞ്ഞാൽ പുറത്ത് പറയല്ലേ എൻ്റെ സാധനം ചെറുത് അല്ല, ഇപ്പം ടേമിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ മറ്റേ ഗ്രാബ് ദം ബൈ ദ പുസ്സി, ആ സാധനം, ആ റെക്കോർഡിംഗ് ഒക്കെ കുറേ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം ട്രംപിൻ്റെ കുറേ സാധനം, പക്ഷേ അതെ ആൾക്കാർക്ക് അതൊരു പ്രശ്നമല്ലായിരുന്നു. US ആൾക്കാർക്ക് അതൊരു പ്രശ്നമല്ലായിരുന്നു. നമ്മുടെ നാട്ടിലും കുറേ പൊളിറ്റീഷ്യൻസ് പല രീതിയിൽ ആരംഭിച്ചു. റീസെന്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളിൽ ഉമ്മൻചാണ്ടിക്കെതിരില്ലേ ആൾക്കാർ ഈ പറഞ്ഞ കറകളഞ്ഞ ആൾക്കാരായിരിക്കണം. കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം ഉമ്മൻചാണ്ടിക്കെതിരെ സരിതയുടെ പ്രശ്നം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അല്ല, ഇത് പക്ഷേ എല്ലാ മേഖലകളും അങ്ങനെ നമ്മുടെ നാട്ടിലെ കൾച്ചർ വെച്ച് നോക്കുമ്പോൾ ഒരാൾ നല്ലതാണോ തീരുമാനിക്കുന്ന അയാളുടെ സ്ത്രീ വിഷയത്തിൽ ഇടപെടൽ വെച്ചിട്ടാണ് ആൾക്കാർ നോക്കുന്നത്. അത് ഭയങ്കരമായിട്ട് ഇമേജിനെ ബാധിക്കുന്ന വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. അത് സന്ദേശ സിനിമയ്ക്കകത്ത് ശങ്കരാചാര്യ ഫേമസ് ആയിട്ടുണ്ടല്ലോ. ചില ചെറുപ്പക്കാര് നല്ല കുറച്ച് പിള്ളേര് വന്നിട്ടുണ്ട്, അവന്മാരെ വല്ല പെണ്ണ് കേസിലോ ഏതിലെങ്കിലും പെടുത്താൻ നോക്കി. കാരണം ഈ പറയുന്ന അഴിമതി ആരോപണങ്ങളുടെ പേരിൽ എനിക്ക് ബാലകൃഷ്ണപിള്ള ജയിലിൽ കിടന്നിട്ടുണ്ട് 86 ദിവസം.
അഴിമതി കേസിൽ ഇവർക്കെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണങ്ങളോ അല്ലെങ്കിൽ ഏറ്റവും വലിയ കേസുകൾ പിന്നെ അഴിമതി കേസ് തന്നെയാണ്. പക്ഷെ അതിലൊന്നും ഇവരെ പ്രോപ്പറായിട്ട് ആരോപിതരെ കുറ്റം തെളിയിച്ചിട്ട് ഇവർ ജയിലിൽ അടയ്ക്കാനോ അല്ലെങ്കിൽ ഇവരുടെ പദവി എടുത്ത് കളയാനോ അഴിമതിയുടെ കേസിൽ നാട്ടുകാർക്ക് അത്ര താല്പര്യമില്ലാന്ന് തോന്നുന്നു. എനിക്കത് പ്രശ്നമില്ല. ലാലു പ്രസാദ് യാദവ് എന്തിനാ ജയിലിൽ കിടന്നിട്ടുണ്ട്, എത്ര കാലം കിടന്നു? കാലിത്തീറ്റ് കുംഭകോണം കിടന്നിട്ടുണ്ട്. അത് പാർട്ടി പൂട്ടുന്നതാണ്. അത് ഒരു പാർട്ടി ഉദ്ദേശിച്ചാൽ ഒരാളെ വേണമെങ്കിൽ പൂട്ടാം. അത് നല്ല സംഭവം നമുക്കത്. പക്ഷെ എനിക്കത് ഇതായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, വെബ് സീരീസ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഒരു ഇപ്പം മറ്റേ സോളാർ സ്കാമെല്ലാം പവറിലിരിക്കുമ്പം ഓഫീസിന്റെ സ്പേസിൽ ഒരു പ്രൊഫഷണൽ സ്പേസിൽ ഇത് ചെയ്യുന്നത് ആക്ച്വലി ദുരുപയോഗം തന്നെയാണ്. പക്ഷെ ഒരാള് രാത്രി 8 മണി കഴിഞ്ഞിട്ട് അയാൾ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി അയാളുടെ പേഴ്സണൽ ലൈഫിൽ ചെയ്യുന്ന കാര്യത്തിൽ ആൾക്കാര് ബോധറാവേണ്ട കാര്യമില്ല മലയാളികൾ, അല്ലേ? പക്ഷെ നമ്മുടെ മെസ്സേജുകൾക്ക് ഒരു നിലവാരം ഉണ്ടായിരുന്നില്ല. ഇവര് സർക്കാർ ജോലിക്ക് അങ്ങനെ ക്ലോസസ് ഉണ്ടാവില്ലേ? അതായത് ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ജോലി രാജിവെക്കണമെന്നോ സസ്പെൻഡ് അങ്ങനെ ക്ലോസ് അല്ല, ശരിക്കും അത് കേസായാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അതായത് ഈ സാധനം ഒരാളൊരു ഇപ്പം അവരെന്ത് ചെയ്താലും കുഴപ്പമില്ല, ആ സ്ത്രീക്ക് പരാതി വരുമ്പോഴാണ് ഇത് പ്രശ്നം വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പീഡനമായി. അതിപ്പോൾ രാഷ്ട്രീയക്കാരനാണെങ്കിലും അല്ലെങ്കിൽ സാധാരണക്കാരനാണെങ്കിലും ഇത് തന്നെയാണ്. ഒരു സ്ത്രീ, നമ്മൾ റിലേഷനുള്ള സ്ത്രീ നമുക്കെതിരെ പരാതി വന്നാൽ നമ്മൾ ആ കേസിൽ അപ്പം തന്നെ FIR ഇടണമെന്നാണ് ഇപ്പോഴത്തെ റൂള്. ഇതിൽ ഉള്ളൊരു സാധനം, കേസ് അങ്ങനെ വന്നാൽ അവർക്ക് ജോലി പോകാനോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ സസ്പെൻഡ് ചെയ്യാനോ ഒക്കെയുള്ള വകുപ്പുണ്ട്. ബേസിക്കലി ഒരു മിനിസ്റ്ററിയൽ പൊസിഷനിൽ ആക്ച്വലി അയാൾ 8 മണി കഴിഞ്ഞിട്ടും ഇതുപോലെ ചെയ്യുവാണെങ്കിൽ അത് മിസ്യൂസ് ഓഫ് പവറാണ്. കാരണം അത് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് ചെയ്ത ഒരു പവറിന്റെ, കാരണം എന്തായാലും അതിലൊരു പവർ ഡൈനാമിക്സ് വരുന്നുണ്ട്. പക്ഷെ ഇയാൾ പണ്ടൊരു കോഴിയായിരുന്നു എന്നുള്ളൊരു സാധനത്തിൽ അയാൾ അറ്റാക്ക് ചെയ്യുന്നത് ശരിയല്ല. സെക്സ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ലേ? എന്നാലും അവിടെ ഒരു പവർ ഡൈനാമിക്സ് ഇല്ല. ഞാൻ പറഞ്ഞെ, അയാള് ഈ പറഞ്ഞ പോലെ ഓഫീസ് അവേഴ്സ് കഴിഞ്ഞാലും ഓഫീസ് അവേഴ്സ് ഇല്ല സത്യത്തിൽ. ഓഫീസ് അവേഴ്സ് മിനിസ്റ്റർ അങ്ങനെയാണെങ്കിലും ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഓഫീസ് സമയം ഡിഫൈൻ ചെയ്താലും മിനിസ്റ്റർ ഇസ് മിനിസ്റ്റർ. ആ ഒരു പെർസെപ്ഷൻ അങ്ങനെയാണ്. ഈ പറഞ്ഞ പോലെ പവർ ഡൈനാമിക് എപ്പോഴും ഉണ്ട് അയാളുടെ ത്രൂ ഔട്ട് അയാളുടെ. കാരണം അയാൾ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരാളാണ്. ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി മിനിസ്റ്ററിന് മാത്രം പറയണ്ട. എന്തെങ്കിലും ഒരു പൊസിഷൻ പവറിൽ ഇരിക്കുമ്പോ നിങ്ങള് ആൾക്കാരെ സേവിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണ്. അതവരൊരു അധികാരം പോലെ വല്ലവരുടെ മേത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യണത് ശരിക്കും. അതായത് മനുഷ്യന്മാര് മൈരന്മാരായത് കൊണ്ട് നമുക്ക് പറയാൻ പ്രശ്നം കൂടി. ഈ കേസിൽ നമുക്ക് ആൾക്കാർക്ക് ഇപ്പൊ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യാൻ, സത്യത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഒപ്പോസ് ചെയ്യേണ്ട കാര്യമില്ല. ജുഡീഷ്യറി അതിൻ്റെ വഴിക്ക് കാര്യങ്ങൾ നടത്തട്ടെ. നമുക്ക് തന്നെ ഇവിടുത്തെ പല സംഭവങ്ങളും എന്താണ് സത്യം നമുക്കറിയത്തില്ല. പിന്നെ ജുഡീഷ്യറി അതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് വിശ്വസിക്കാൻ മാത്രം പറ്റില്ല. പിന്നെ അടുത്ത ഇലക്ഷൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യുക അല്ലെങ്കിൽ വോട്ട് ചെയ്യേണ്ട നിങ്ങളുടെ ഇതനുസരിച്ച്. അല്ല, ജുഡീഷ്യറി ഈ കാര്യത്തിലൊക്കെ സ്പീഡായൊരു ഇത് നടക്കണമെങ്കിൽ പുറത്ത് എന്തെങ്കിലും ഒരു അനക്കം വരണം. അല്ലെങ്കിൽ അതിന്റെ സ്ലോ ബേസിൽ ഇത് ഒരു കാര്യത്തും തീരാത്ത ഇതായിരിക്കും. ഇതിന് പ്രഷർ വരണം. ഇതിന് പൊളിറ്റിക്സിന്റെ സൈഡിലും എല്ലായിടത്തും ഒരു പ്രഷറൊക്കെ വരുമ്പോൾ പരിപാടികൾ ഇത്തിരി കൂടി സ്പീഡാവും. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു പ്രൊഫസർ ബിൽ ക്ലിന്റനെ ശരിക്കും കണ്ടിട്ടുണ്ട്. അയാൾ ഇന്ത്യയിൽ ആ സമയത്തല്ല. അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട് ബിൽ ക്ലിന്റനൊക്കെ എക്സ്ട്രീംലി ഈ ചിലർ നടന്നു വരുമ്പം ആ റൂം ലൈറ്റപ്പ് ആവും, ഓറ. അങ്ങനെ ഒരു എക്സ്ട്രീംലി ചാർമിങ് ആളാണ് ബിൽ ക്ലിന്റൺ. ഭയങ്കര ചാമാണ്. ആ ഒരു നമുക്ക് അയാളിങ്ങനെ വരുമ്പോൾ തന്നെ. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ആക്ച്വലി മോണിക്ക ലെവിൻസ്കിനെ കുറ്റം പറയില്ല. ഇല്ല, സ്വാഭാവികം 49 വയസ്സിൽ അയാൾ പവർ ഡൈനാമിക്സ് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവില്ല അവിടെ. പിന്നെ ഉപയോഗിക്കേണ്ട ആവശ്യം ഓഫീസിലെ ഇന്റേൺ ആണ്. അതെ, ഓഫീസിലല്ലേ. അയാളുടെ ചെറുപ്പത്തിലെ അയാൾ ഭയങ്കര സംഭവമായിരുന്നു. അയാൾ ഈ പറഞ്ഞ പൈസയുടെയും പവറിന്റെയും കളി തുടങ്ങിയിട്ട് കുറെ നാളായി. അയാൾ മ്യൂസിഷ്യൻ ആവണമെന്ന് ആഗ്രഹിച്ച് അതിന് പോയ ആളാണ്. എന്റെ സ്കില്ല് ശരിക്കും മ്യൂസിക് ലെവലിൽ ഞാൻ എത്തത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പുള്ളി പതുക്കെ പൊളിറ്റിക്സിലേക്ക് തിരിഞ്ഞാണ്. അയാൾ ആദ്യ ചെറുപ്പത്തിൽ വർക്ക് ചെയ്ത് സ്റ്റേറ്റ് ബൈ സ്റ്റെപ്പായിട്ട് കയറി ഗവർണറായി. അല്ല, ഇയാൾ സീറോ വന്നാണോ? ഫാമിലി വെൽത്തി ആൻഡ് അഫ്ലുവൻഷ്യൽ ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ്. പക്ഷെ ആ സാധനം ഉണ്ട് പുള്ളിക്ക്. ഈ ഹൗസ് ഓഫ് കാർഡ്സ് എന്ന് പറഞ്ഞ സീരീസിൽ ഹൗസ് ഓഫ് കാർഡ്സ് കണ്ടിട്ടില്ലേ? ഇല്ല. ഹൗസ് ഓഫ് കാർഡ്സ് എന്ന് പറയുന്നത് ഇതുപോലെ കെവിൻ സ്പേസി പ്രസിഡന്റാണ്. അതിലും ഇതുപോലെ ആ ഒരു ഇന്റേണുമായിട്ടുള്ള ഒരു അഫയറിൽ അതിൽ അയാൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇത് എനിക്ക് പവർഫുൾ ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പവർ ഡൈനാമിക്സ് ആണ്. അടി വരുമ്പോൾ എല്ലാം ഒന്നും ചെയ്യും. പുള്ളി അത്രയും നാൾ ചെയ്തതിന്റെ സാധനത്തിന് അടി മൊത്തം കിട്ടിയ 98 കാലഘട്ടത്തിന് ശേഷമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇഷ്യൂ കത്തി നിൽക്കുമ്പോൾ പുള്ളിക്ക് ഓഗസ്റ്റിൽ ഒരു പോയിന്റ് വിട്ടുപോയ സാധനം. ഓഗസ്റ്റിൽ പുള്ളി മാപ്പ് പറഞ്ഞല്ലോ.
എനിക്ക് ഇംപ്രോപ്പർ റിലേഷൻ ഉണ്ടെന്ന് ജനതയോട് സമ്മതിക്കേണ്ടി വന്നു. അതിന് 3 ദിവസത്തിന് ശേഷം പുള്ളി സുഡാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും അൽ-ഖ്വയ്ദ കേന്ദ്രങ്ങളിൽ ബോംബിട്ട് പുള്ളി US സ്റ്റേറ്റ് എംബസികളിലെ 2 അറ്റാക്ക് നടന്നു കുറച്ച് നാൾ മുന്നേ. ടാൻസാനിയയിലെയും നെയ്റോബിയിലെ US സ്റ്റേറ്റ് എംബസികളിൽ അറ്റാക്ക് നടന്നു. അൽ-ഖ്വയ്ദ അത് ക്ലെയിം ചെയ്തു. അപ്പോൾ അൽ-ഖ്വയ്ദയ്ക്ക് തിരിച്ചടി പുള്ളി കൊടുത്തത് പുള്ളി മാപ്പ് പറഞ്ഞതിൻ്റെ 3 ദിവസത്തിന് ശേഷമാണ്. അപ്പോൾ അത് പക്ഷേ നമ്മുടെ നാട്ടിൽ വന്നാൽ പിന്നെ ഇവിടെ ഒരു ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ബോംബിടുന്നത് നമുക്കറിയാം എന്നുള്ള സാധനം ഭയങ്കര കോൺട്രവേഴ്സി ട്രോളായി. കാരണം തൊട്ട് തലേവർഷം 97 വാഗ് ദ ഡോഗ് എന്ന പേരിൽ ഒരു സിനിമ വന്നായിരുന്നു, ഡസ്റ്റിൻ ഹോഫ്മാൻ്റെ റോബർട്ട് ഡിനീറോയുടെ. ആ പടത്തിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ ഒരു US പ്രസിഡന്റിനെതിരെ സെക്സ് സ്കാൻഡൽ വരുന്നു. സെക്സ് സ്കാൻഡൽ മറയ്ക്കാൻ വേണ്ടി US പ്രസിഡന്റ് ഈ അറബ് ടെറിട്ടറിയിൽ ബോംബ് ചെയ്യുന്നതാണ് ഈ പടത്തിന്റെ പ്ലോട്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞ ആൾക്കാർ ഞങ്ങളിത് കഴിഞ്ഞ വർഷം സിനിമയെ കണ്ടതേ ഉള്ളൂ, നീ ഇപ്പം നമ്മുടെ അടുത്ത് കണക്കാണോടാ എന്ന് പറഞ്ഞാൽ അതും പ്രശ്നമായി പുള്ളി ചെയ്ത്. സോ 98 വാസ് മോശം സമയമായിരുന്നു ബിൽ ക്ലിന്റൺ. അതുവരെയുള്ള പുള്ളിയുടെ പവർ ഡൈനാമിക്സിൽ നിന്ന് പുള്ളി ഇടിഞ്ഞു. പിന്നെ പ്രസിഡന്റ് ആവാനും പറ്റില്ല, ഭാര്യയെ ജയിക്കാൻ പറ്റില്ല. US പ്രസിഡന്റ് ആവണമെങ്കിൽ പുള്ളിക്ക് ഒരു ലെവലുണ്ട് അല്ലേ, ഒരു സാധനം ഉണ്ട്. അത് വെച്ചിട്ട് ഇപ്പൊ റീസെന്റ് ഉണ്ടായ കോൾഡ് പ്ലേ കോൺസേർട്ടില് മറ്റേ അതിലും പ്രശ്നം പറ്റിയ എന്താണ്, ഇവര് CEO ഇവര് കോർപ്പറേറ്റില് HR ഹെഡും ആണെന്നുള്ളതാണ്. സോ അപ്പം നമുക്ക് പറയാനുള്ളത് അല്ല, നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് പെൺകുട്ടികളെ നോക്കാതിരിക്കുക, നിങ്ങളുടെ അധികാര പരിധിയുടെ പുറത്തു നിന്ന് നോക്കുക. അല്ല പക്ഷെ ഒട്ടുമിക്ക മോഡി പാകിസ്ഥാനിൽ നിന്ന് പെണ്ണെ നോക്കേണ്ടി വരും അല്ലേ? അല്ലേ, ഇന്ത്യയുടെ അധികാര പരിധിയുടെ ഡോണ്ട് ഈറ്റ് വേർ യു ഷിറ്റ് എന്ന് പറയും. തിന്നുമ്പോൾ തിന്നരുത്. ഒരു ചൊല്ലുണ്ടായിരുന്നല്ലോ, ഉണ്ണുമ്പോൾ ഉറങ്ങിയില്ല, എങ്ങനെ എന്തൊരു സൂചനയുണ്ടല്ലോ. ഇല്ല, മോദി സാറിന് പാടാണ്. അതാണ് ഇങ്ങനത്തെ പവർ പൊസിഷൻസിൽ വരുമ്പോൾ ഇങ്ങനത്തെ കുറെ ട്രേഡ് ഓഫുകൾ ഉണ്ടാവും എന്ന്. പിന്നെ ആൾക്കാർ ഇതൊക്കെ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് എനിക്ക് തോന്നുന്നു. പകുതി ആൾക്കാർ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാ എന്ന് ആൾക്കാർ ഇന്നിപ്പോ എനിക്ക് തോന്നുന്നുണ്ട്, ഇന്നിപ്പോ ആൾക്കാർക്ക് കേൾക്കുമ്പോ ഒരു തോന്നലുണ്ട് ഇത് ജനങ്ങളെ ബാധിക്കേണ്ട കാര്യമല്ല എന്നുള്ളൊരു. ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ, നീറുന്ന പ്രശ്നങ്ങൾ വേറെ കിടക്കുന്നു. അത് പറഞ്ഞാൽ നമുക്ക് ഓക്കേസ് വൈൻഡപ്പ് ചെയ്യാം, നമ്മൾ പോഡ്കാസ്റ്റിലേക്ക്. പിന്നെ കുൽസിതം പറയുമ്പോ ഒരു കുൽസിതം ഒരു കുൽസിതം സൊല്ലട്ടുമാ പറയുമ്പോ ഒരു കുൽസിതം നമുക്ക് കഥകൾ ഇതെല്ലാം കഥ ശരിക്കും രസമുള്ള കഥകൾ, ഭയങ്കര രസമുള്ള കഥ. ഞാൻ അന്ന് കേട്ട സാധനം വീണ്ടും റീവർക്ക് ചെയ്യാൻ പോയപ്പോഴാണ്. പിന്നെ ഞാനിതൊന്നും മോണിക്ക ലെവിൻസ്കിയുടെയും ബിൽ ക്ലിന്റൻ്റെയും കൂടെ പോയിന്ന് കണ്ടിട്ട് വന്നല്ലേ. ഞാനിത് പോയി തപ്പി അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അന്ന് കേട്ട ആ പുറമേയുള്ള സാധനത്തിൽ നിന്ന് കുറച്ച് ഡീറ്റെയിൽസ് തപ്പി എടുത്തോണ്ട് കഥയായി. ക്ലിപ്പ് വല്ലതും കേട്ടോ? ഇല്ല, പഴയ വീഡിയോസൊക്കെ ഉണ്ട്. പുള്ളി പറയുന്ന സ്റ്റേറ്റ്മെന്റ്, എനിക്ക് ഒരുപാട് ജോലികളുള്ള, എനിക്ക് ഇതിന്റെ പുറകെ നടക്കാൻ സമയമില്ല, ഐ ഡോണ്ട് ഹാവ് എനി സെക്ഷൽ റിലേഷൻ വിത്ത് ദാറ്റ്. നിങ്ങൾ പറയുന്നില്ലേ ഇത് മോണിക്ക ലെവിൻസ്കി ഭയങ്കര ഒരു സെലിബ്രിറ്റി ആയി. ഈ ഒരു സാധനം ബ്ലോൺ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ഫെയിം ഇതറിയാത്ത ഒരു വ്യക്തിയില്ല അല്ലേ, ഇതറിയേണ്ട ഒരു കാര്യമില്ല. ഇത് പക്ഷെ എല്ലാവർക്കും അറിയാം. മോണിക്ക ലെവിൻസ്കി ബിൽ ക്ലിന്റൺ വെറുതെ ടേം കംപ്ലീറ്റ് ചെയ്തിട്ട് റിട്ടയർ ചെയ്ത് പോയെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇന്ന് ആ പേര് പറഞ്ഞു. സത്യമായി എത്ര അഴിമതി പ്രശ്നം, ഇത്ര പീഡന ആരോപണങ്ങളും ഇല്ലായിരുന്നെങ്കിൽ അല്ലേ നമ്മളിത് പറയുമോ? അങ്ങ് കേരളത്തിൽ പനമ്പള്ളി നഗറിൽ ഇരുന്നോണ്ട് 4 സ്റ്റാൻഡപ്പ് കോമിക്സ്, ശിലാകാല യുഗം തുടങ്ങിയ മനുഷ്യന് ഇതിലുള്ളതാണ്. സാപ്പിയൻസ് ബുക്കിൽ പറയുന്നത് ഭാഷ കണ്ടുപിടിച്ചത് കുറെ ഇത് കുൽസിതം പറയാൻ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ പ്രോപ്പർട്ടി സാധനങ്ങളൊക്കെ വന്നല്ലോ, അത് കഴിഞ്ഞപ്പോ ഇവര് മോണോഗംസ് ഒക്കെ ആവാൻ തുടങ്ങിയില്ല. ഒരു പാർട്ണർ ഇത് എന്നുള്ളത്. അപ്പൊ ഇവന്റെ പാർട്ണർ അവിടെ ചാടിപ്പോയി അങ്ങോട്ട് ഇങ്ങോട്ട് പറയണ്ട, അറിയിക്കണ്ടേ. നമ്മൾ ഈ ബാക്കിയുള്ളവരുടെ സ്ത്രീ വിഷയം സംസാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും മിസ്ഇന്റർപ്രിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ അങ്ങനെ സാധനം വരാമല്ലോ. നമ്മളിപ്പം ഇതൊക്കെയാണ്, ഇത് നമ്മൾ നോർമലൈസ് ചെയ്യുക, നമ്മളിതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന്. ഇപ്പോ മാങ്കൂട്ടത്തിന്റെ കേസ് പറഞ്ഞതാണോ? അല്ല, ഞാനിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, ഞാനിപ്പോ ചിന്തിച്ചോണ്ടിരുന്ന കാര്യം, ഞാൻ ബിൽ ക്ലിന്റൺ ഭയങ്കര ചാർമിങ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ട് നീ പറഞ്ഞത് ആള് ചെയ്തത് കുഴപ്പമില്ല എന്നല്ല, ആള് അട്രാക്റ്റഡ് ആവാൻ സാധ്യത ഉണ്ടെന്നല്ലേ.
ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. ഞാനല്ലാതെ പുള്ളി എങ്ങനെ എൻ്റെ പ്രസിഡന്റ്, ഞാൻ പ്രസിഡന്റ് ആണ് കേട്ടോ, എൻ്റെ അടുത്ത് വരണമെന്ന് പറയുന്ന മോഡിന് ആവശ്യമില്ലെന്നാ. പുള്ളി ചാർമിങ് ആയതുകൊണ്ട് ഒരു ഇന്റേണിനെ ഇങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ അല്ല അതുകൊണ്ട് പൊളിറ്റീഷ്യൻ കറകളഞ്ഞ ഒരാളായിരിക്കണോ? എൻ്റെ അഭിപ്രായത്തിൽ പൊളിറ്റീഷ്യൻ കറകളഞ്ഞ ആളാവേണ്ട കാര്യമില്ല, നമ്മൾ മനുഷ്യന്മാരെ. അത് പറയണത് ഈ നമ്മുടെ സിനിമയുടെ ഒരു പ്രശ്നമാണ്. നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഏരിയയിലും ഭയങ്കര നീറ്റ് ആയിട്ടുള്ള തികഞ്ഞവൻ, സർവ്വഗുണസമ്പന്നൻ. നമ്മളത് പൊളിച്ചോണ്ട് വരുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു മനുഷ്യന് IAS ഫസ്റ്റ് റാങ്ക്, പിന്നെ പാട്ട് പാടും, ഡാൻസ് കളിക്കും അല്ലേ, ബൈക്ക് ഓട്ടിക്കും. അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് സെറ്റ് ചെയ്യുന്നത്. അല്ല, എല്ലാ മനുഷ്യന്മാർക്കും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. ഇതിന് ഇനിയിപ്പോ ഞാൻ ഇതിന് ന്യായീകരിച്ചു എന്ന് പറയുന്നത് അല്ല, ഞാൻ പറയുന്നത് അതാ. നമ്മള് ഈ ആൺപെൺ വിഷയം എന്നൊരു വളരെ ആൾക്കാർ നമ്മളിത് പറഞ്ഞാൽ നമ്മളെ കുറ്റം പറയാനുള്ള ഹെറ്ററോസെക്ഷൽ ഏരിയ മാത്രമേ കാണുന്നുള്ളൂ ദീപക്. ഈ കാലം വേറെയാണ്. This is 2025. കുറ്റം പറയാനാണെങ്കിൽ ആൾക്കാർക്ക് ഒരു കാര്യമില്ല, ആൾക്കാർ കുറ്റം പറയും. എന്തിന് ബിഗ് ബോസിൽ എന്താ ഇത്ര കാലത്തെ ബിഗ് ബോസിൽ അത് ഞാൻ ഉള്ള പറയട്ടെ. സോ രണ്ടുപേര് തമ്മിൽ കിസ് ചെയ്യുന്ന വെച്ചിട്ട് എന്താണ് പ്രശ്നം? അതാ ഒരു അത് സമ്മതിച്ചത്. എങ്ങനെയാണ് റോങ്? ബിഗ് ബോസിന്റെ റൂളിൽ എങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നത്, അതായത് നിങ്ങൾ ഒരു പേഴ്സണൽ റിലേഷൻ അകത്ത് എവിഡന്റ്ലി പബ്ലിക് ഡിസ്പ്ലേ കാണിക്കാൻ പാടില്ലെന്ന് റൂൾ ഉണ്ടെങ്കിൽ, ഡിസ്പ്ലേ അല്ലല്ലോ. അല്ല വളരെ പ്രൈവറ്റ് ആയിട്ട് ഒരാൾ കണ്ടു കാരണം അവിടെ പ്രൈവസി. ഇവര് രാത്രി 3 മണിക്ക് കണ്ട് ഇവിടെ ചെന്നിട്ട് പുതപ്പ് വലിച്ചു മാറ്റുക ചെയ്തു. അല്ല, ആ പുള്ളിക്കാരി പറഞ്ഞത് ഞാനത് കണ്ടത് പുതപ്പ് വലിച്ചു മാറ്റിയപ്പോ മാത്രമല്ല അല്ലാതെയും കണ്ടു എന്ന് പറഞ്ഞു. അത് ഇവള് നോക്കിയിരിക്കല്ലേ. അപ്പൊ ഞാനിങ്ങനെ ഇവർക്ക് വേറെ പണിയില്ല. ഞാൻ കിടക്കുമ്പോ ഞാൻ കണ്ടു ന്യായീകരണല്ലേ വന്നത്. അവിടെ അങ്ങനെ റൂൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് പണി, അതിനായിരിക്കും ഒരു കുത്തിപ്പിക്കുണ്ട്. എനിക്കറിയത്തില്ല റൂൾസ്. അങ്ങനെ ഒരു റൂൾ ഉണ്ടായിരുന്നില്ല. എന്താന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ സാധനമാണ്. എന്നിട്ട് ഇത്ര നാൾ കിസ് അവര് കാണിച്ചിട്ടില്ലല്ലോ കേരളത്തിൽ നടക്കാത്തോണ്ട് കാണിക്കൂല. അല്ലാത്ത ഫോർമാറ്റ്സിലൊക്കെ അവിടെ കുഴപ്പമില്ല. കേരളത്തിൽ എനിക്ക് അങ്ങനെ റൂൾ ഉണ്ടോ എന്ന് നോക്കണം ആദ്യം. എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എന്തൊരു കുറച്ച റൂളുകളൊക്കെ ഇവർ റൂൾ ബുക്ക് വായിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ കേട്ടിട്ടില്ല. ഇനി എക്സ്പ്ലിസിറ്റ്ലി അങ്ങനെ ഉണ്ടോന്ന് അറിയില്ല. ഇതൊക്കെ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇവര് പറയും ഇവരെ പുറത്താക്കണം എന്നേ പറയുള്ളൂ. നമുക്ക് അടുത്ത തെറ്റ് ചെയ്തു, അതായത് ഇതെന്ത് മോറലി ഒരു തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് അവിടെ മൊത്തം ചർച്ചകൾ നടക്കുന്നത്. ലാലേട്ടൻ വരട്ടെ, അറിയാമല്ലോ, കാണിക്കുമല്ലോ. ഈ മൊറാലിറ്റി ഒരു മൈര് സാധനം തന്നെ. അത് ജസ്റ്റ് ചില ആൾക്കാർ വളരെ പെർഫെക്റ്റ് ആണെന്നുള്ള ഒരു സാധനം കാണിക്കാൻ കഥ പറഞ്ഞ പോഡ്കാസ്റ്റ് എത്തി കേട്ടോ. ഇത് നമ്മള് അല്ല, ഇത് നമ്മൾ ബിഗ് ബോസ് വേറെ എപ്പിസോഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അത് ഇതിന്റെ അകത്ത് തള്ളി കയറ്റി വിടാം, ഇങ്ങനെ വെട്ടിച്ചു വിടാം. നമ്മള് എപ്പിസോഡ് അതിന്റെ കഥയും കഥയുടെ സംശയങ്ങളും ഡിസ്കസ് ചെയ്യാൻ. നിങ്ങൾക്ക് കൂടുതൽ കുലിസിതം കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കരിയർ റിസ്ക് ചെയ്ത് ഇതുപോലുള്ള കഥകൾ കൊണ്ടുവരാം. അതിനൊക്കെ ഒരു എപ്പിസോഡ് നിങ്ങളൊരു കമ്പിക്കഥ പറയണം. ഒരു കഥ സ്ഥലമാണ് ഞാൻ കമ്പി കഥ പറയാം. ഞാൻ പണ്ട് വായിച്ച മുത്തുച്ചിപ്പി കഥ. കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്യട്ടെ. നമുക്കൊരു 25 കമന്റ് സിക്ക കമ്പിക്കഥ പറയണമെന്ന് പറഞ്ഞാൽ അടുത്ത ഓക്കേസിനകത്ത് സിക്ക ഒരു കമ്പിക്കഥ പറയും. ഒരു കമ്പിക്കഥ സെല്ലട്ടുവാ. അതില് ജോൺ ജോ പങ്കെടുക്കുമെന്നാണ് ചോദിക്കുന്നത്. എന്താ പങ്കെടുക്കാൻ? കഥ പോലെ അപ്പൊ റിൻഷ കൗണ്ട് ചെയ്യണം. 25 കമന്റ്, 25 ആൾക്കാരെന്ന് പറയുകയാണ്. ഒരാളിന് 25, ചിലവന്മാരുണ്ട് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ 25 ആണെന്ന് പറയും. 25 പേര് പറയുക സിക്ക ഒരു കഥ സ്ഥലത്ത് മേലിൽ തുണ്ടുകഥ പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞാൽ പോരാത്തിന് ഈ വീഡിയോക്ക് 5000 വ്യൂ എങ്കിലും തരണം. അതെന്തായാലും കയറില്ലോടാ. നമ്മുടെ വളരെ 2-3 വീഡിയോസ് മാത്രമേ ഉള്ളൂ 5000 താന്നു പോയത്. ബാക്കി എല്ലാം എന്റെ അല്ലേ. ഓക്കെ ഓക്കെ, ബൈ ബൈ.